അങ്ങനെ പാലരുവിയിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനിപ്പോൾ രുചി തേടിയ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എനിക്ക് പരിചിതമായൊരു സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കൊല്ലത്താണ്. അതൊരു വീടാണ്. ഇവിടെ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുടെ വീടാണ്. അപ്പോൾ പുഷ്പവേണിയമ്മ. അപ്പോൾ ഞാനൊന്നകത്തേക്ക് പോയി. എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആ വീട്ടുകാരെല്ലാവരും തന്നെ. നമസ്കാരം. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കൊല്ലം ഐറ്റമാണ് നമ്മൾക്ക് വേണ്ടി പുഷ്പവേണിയമ്മ റെഡിയാക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് ഈ കരിമീനൊക്കെ കാണുന്നുണ്ടല്ലോ, ഇവിടെ എന്താ കൊല്ലം സ്പെഷ്യലാണോ? കരിമീൻ എന്താണ് ഈ കരിമീൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ കൊല്ലം കാഞ്ഞിരോട്ട് കായലിൽ നിന്ന് കൊണ്ടുവന്ന കരിമീനാണ്. അതായത് കുണ്ടറ ഭാഗത്തു നിന്ന് അല്ലേ? കേട്ടല്ലോ കരിമീൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇവിടെ കുണ്ടറ ഭാഗത്ത് ശാസ്താംകോട്ട കായലായിരിക്കും അല്ലേ? അവിടെ നിന്ന് വരുന്ന കരിമീനാണ്. അതിന് പ്രത്യേക ഒരു സ്വാദുണ്ട്. അതായത് ഫ്രഷ് വാട്ടർ ആയിട്ട് കിട്ടും. നമ്മൾ ഉടനെ കൊണ്ടുവന്ന് ഫ്രഷ് വാട്ടർ. അപ്പോൾ സാധാരണ ഒരു കരിമീൻ പോലെയല്ല, ഒട്ടും തന്നെ ഈ ചെളിയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല സ്വാദാണ് ഇവിടുത്തെ കരിമീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കരിമീനിൽ തന്നെ ഒരു കൊല്ലം സ്റ്റൈൽ അല്ലേ കറി ഉണ്ടാക്കാൻ പോവാണ്. ഈ കറി വയ്ക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, സവാള ഉള്ളി നീളത്തിലരിഞ്ഞത്, തക്കാളി, കൊടംപുളി, ചെറിയ ഉള്ളി ചതച്ചത്, പച്ചമുളക് 2 കീറിയത്, ഉപ്പ്, ഇഞ്ചി ചതച്ചത്, പിന്നെ തേങ്ങാപ്പാൽ, കറിവേപ്പില, വെളിച്ചെണ്ണ അല്ലേ? കാഞ്ഞിരോട്ട് കായലിൽ നിന്ന് കൊണ്ടുവന്ന കരിമീൻ. അപ്പോൾ ആദ്യത്തെ കാര്യം ഈ കരിമീനിനെ ഒന്ന് കുറച്ച് മസാല അല്ലേ പൊടികളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഫ്രൈ. ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, ഓക്കെ, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുന്നത് അല്ലേ? ഇതെല്ലാം കൂടെ അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റാക്കി മസാല പേസ്റ്റ് പരുവത്തിലാക്കി. അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കാണാറില്ല, പക്ഷെ ഇവിടെ നല്ലോണം പൊതിഞ്ഞിരിക്കും. കവർ ചെയ്യുന്നതിനാണ് മല്ലിപ്പൊടി. വെളുത്തുള്ളി സ്വാദ് കൂട്ടാനായിട്ടാണ് വെളുത്തുള്ളി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ മസാല പുരട്ടി മീൻ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് 10 മിനിറ്റ് ഇരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലേ ഒഴിച്ചു. ഒരു നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആൾ വളരെ മിടുക്കിയാണ്. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചേരുവകളൊക്കെ ചേർത്ത് സ്വാദായിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണയിലോട്ട് മീൻ ഇടാൻ പോവുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. നമ്മുടെ മീൻ റെഡിയായി. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ വറുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നമ്മൾ എടുക്കും. കുറച്ചുകൂടി സ്വാദ്, ടേസ്റ്റായിരിക്കും. പിന്നെ നല്ല മണം ഇപ്പോഴേ വരുന്നുണ്ട്. ഇഞ്ചി ചതച്ചത്, ഓക്കെ, വെളുത്തുള്ളി ചതച്ചത്, അതും 1 ടീസ്പൂൺ. വെളുത്തുള്ളി അല്പം കൂടിയാലും കുഴപ്പമില്ലായിരിക്കും. ഒന്ന് പച്ചച്ചവ മാറിയതിന് ശേഷം ഒരു 10 ചുവന്നുള്ളി ചതച്ചത്, ഈ 10 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 5 പച്ചമുളക് മതിയാവും. അപ്പോൾ കണ്ടല്ലോ, ചെറിയ ഉള്ളി ചതച്ചത്, ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചതച്ചത്, ഇപ്പോൾ ഒരു 4 5 പച്ചമുളക് 2ആയിട്ട് പിളർന്നത്. നമ്മൾ പല സ്റ്റേറ്റിലെയും പല ടൈപ്പ് ഓഫ് ഫിഷ് കറീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്നു, അല്ലെങ്കിൽ തേങ്ങ അരച്ച് വയ്ക്കുന്നു, അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് മുളക് കറി പോലെ വയ്ക്കും. പുളി എന്ന് പറയുമ്പോൾ കുടംപുളിയാകാം, അല്ലാണ്ട് പിഴിഞ്ഞൊഴിക്കുന്ന പുളിയാകാം, വാളംപുളി, പിന്നെ അല്ലെങ്കിൽ പച്ചമാങ്ങ അല്ലേ, ചെറിയ പുളിഞ്ചിക്ക, ഇങ്ങനെയുള്ള പല പല 3 സവാള
ഇത് സാധാരണ ഓണത്തിനൊക്കെയാണ് ഇങ്ങനെ ഈ കറി ഇവിടെ വയ്ക്കാറുള്ളത്. ഓണത്തിന് മീൻകറി വെക്കും അല്ലേ? ഓണത്തിനെന്ന് വെച്ചാൽ മീൻകറിയല്ല, ഇറച്ചിയാണ് പ്രധാനം. വീട്ടിൽ ഇറച്ചിയില്ലാത്ത വീട്. കൊല്ലംകാരുടെ ഒരു പ്രത്യേകതയാണോ അത്? കൊല്ലംകാരുടെ പ്രത്യേകതയാണ് മീൻകറി. ഇറച്ചി തന്നെ വേണം അവർക്ക്. ഇറച്ചി അതാ ഒരു ചെറിയ അംഗങ്ങളുള്ള വീട്ടിലും ഒരു 10 കിലോ ഇറച്ചി നിർബന്ധമായിട്ടാണ്. അതൊരു ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫുഡ് കൾച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തും പല രീതിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആ സൈഡിലേക്കൊക്കെ ട്രിവാൻഡ്രം തെക്കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഓണത്തിന് ഇറച്ചിയൊന്നും പ്രധാനമല്ല. ഉള്ളി ഏകദേശം വഴണ്ട് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ 3 തക്കാളി, ടൊമാറ്റോ 3 നീളത്തിലരിഞ്ഞ് സവാളയുടെ ഒക്കെ പാകത്തിന് വഴണ്ട് കഴിഞ്ഞിട്ടാണ് തക്കാളി ചേർക്കുന്നത്. 3 തക്കാളിയും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തിക്നെസ് കിട്ടണമല്ലോ, കുറച്ച് കുഴഞ്ഞൊരു പാകമാവണം. റെഡി. ഇനി നമുക്ക് അതിന് വേണ്ട ബാക്കി ഐറ്റംസ് അല്ലേ? എന്തൊക്കെയാണ് ഇനി? മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ അല്ലേ, എല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കുറച്ച് മതി. ഇത്ര മതി. അതായത് 1/4 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതും 1 ടീസ്പൂൺ വേണം. ഓഹോ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവായിരിക്കും അല്ലേ? പച്ചമുളകുണ്ട്, കുരുമുളകുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ മീൻ കറിക്കൊക്കെ ഇച്ചിരി എരിവൊക്കെ വേണ്ടേ അല്ലേ? ഉലുവാപ്പൊടി അല്ലേ? ഉലുവാപ്പൊടി ചേർത്തപ്പാണ് ആ മീനിൻ്റെ ഒരു അപ്പോൾ മീൻ ചട്ടിയിലേക്ക് മാറ്റി മസാല. അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാൻ പോകുന്നു. 1 പാലാണ്, ആദ്യത്തെ പാൽ. നല്ല കുറുകിയ പാൽ തന്നെ ഒഴിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി കുടംപുളി, വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി 2-3 പീസ് അല്ലേ? 3-4. തിള വന്നു കഴിഞ്ഞിട്ട് വറുത്ത മീനും കൂടി കരിവേപ്പില ഇട്ട് വറുത്ത മീനിട്ട് കരിവേപ്പില. ഓക്കെ, ചെറിയ രീതിയിലെടുക്കും. അരപ്പ് തിളച്ച് കഴിഞ്ഞു. അരപ്പ് നല്ലവണ്ണം തിളച്ചു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇട്ടു. ഇനി മീനെന്ന് പറയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനാണ്, നല്ല കരിമീൻ. അതിപ്പോൾ ഈ മസാല ഈ ഗ്രേവിയിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ മീനും ഇട്ട് കഴിഞ്ഞു. ഇനി ചെറിയ തീയിലേക്ക് മാറ്റും. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയല്ല, അപ്പോൾ ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് മീൻ കുറച്ചുകൂടെ ഇത് വെന്ത് കഴിഞ്ഞതാണ്. എന്നാൽ പോലും അതൊന്നുകൂടി ഈ അരപ്പൊക്കെ കുറച്ചുകൂടിയൊക്കെ പിടിച്ചല്ലേ തേങ്ങാപ്പാലും ഒക്കെ. എന്നിട്ട് ഇനി ചെറിയ തീയിൽ കിടന്ന് കുറുകണം അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാകത്തിനായിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, തീ ഓഫ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പം നല്ലൊരു അടിപൊളി മീൻകറി, കൊല്ലം സ്പെഷ്യൽ. അത് ഇവിടുത്തെ തന്നെ കരിമീൻ, ഇവിടെ മാത്രം കിട്ടുന്ന കരിമീനാണ്. എന്നാൽ ഇത്രയും രസകരമായ നല്ല ഒരു വിഭവം കാണിച്ചു തന്ന പുഷ്പവേണി അമ്മയ്ക്ക് ഒരു 100 താങ്ക്സ്. ഓക്കെ, അപ്പോൾ മിസ്സസ് പുഷ്പവേണി അമ്മയോടും മകളോടും ഈ കൂട്ടുകാരോടും എല്ലാവരോടും തന്നെ യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഇനി നാളെയാണ് കാണാൻ പോകുന്നത്. അതുവരെ കാത്തിരിക്കുക.